അതിനപ്പുറത്തേക്ക് താൻ വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു എന്ന ഒരു വികാരം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരിടത്തേക്ക് പോകുന്നത്. എന്താ വട്ടോളി ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി എന്ന വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. മണിക്ക് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല. ആണുങ്ങളെ കണ്ട് പഠിക്കച്ച ക്യാബിനറ്റിലേക്ക് തൽക്കാലം ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്, കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ്. ഏതെങ്കിലും തരത്തിൽ ക്യാബിനറ്റിന്റെ ഭാഗമാകാനോ ഒപ്പം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലം വിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. അതായത് രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരത്തെ 2-3 MLA-മാർ വന്നിരുന്നു, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെന്നിത്തല മാത്രമായിരിക്കും ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ആവശ്യത്തിനുള്ള കുഴപ്പങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്, കൂടുതലായിട്ടൊന്നും വലിച്ച് തലേ കയറ്റല്ലേ. എന്തായാലും ഇത്രയും ജൂനിയറായ വി.ഡി. സതീശന്റെ കീഴിൽ മന്ത്രിയായി മന്ത്രിസഭയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ.